മലാക്ക കടലിടുക്കിന് മുകളിൽ രൂപപ്പെട്ട സെനിയാർ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതിന് പിന്നാലെ ശ്രീലങ്കൻ തീരത്തിന് സമീപം മറ്റൊരു ചുഴലിക്കാറ്റ് കൂടി രൂപം കൊണ്ടു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം സ്ഥിതി ചെയ്ത തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി ഡിറ്റ്വ എന്ന പേരിലുള്ള ചുഴലിക്കാറ്റായി മാറിയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചത്. പുതിയ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും തമിഴ്നാടിനോട് ചേർന്ന മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശ്രീലങ്കൻ തീരത്തിന് സമീപം രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റിന്റെ ദിശ വടക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നീങ്ങുന്നതെങ്കിൽ അത് കേരളത്തെയും നേരിട്ട് ബാധിക്കുമായിരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ കേരളത്തിൽ പേമാരിക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ചുഴലിക്കാറ്റ് വടക്കോട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂവെന്നും അതിനാൽ കേരളത്തെ ബാധിക്കില്ലെന്നും നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിൽ ശ്രീലങ്കയിലെ പൊട്ടുവിലിന് കിഴക്കായും വട്ടിക്കലോവയ്ക്ക് ഏകദേശം 90 കിലോമീറ്റർ തെക്ക് കിഴക്കായും ഹമ്പൻ തോട്ടയ്ക്ക് 120 കിലോമീറ്റർ വടക്ക് കിഴക്കുമായാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. കൂടാതെ ട്രിങ്കോമളിക്ക് 200 കിലോമീറ്റർ തെക്ക് കിഴക്കായും ഇന്ത്യയിലെ പുതുച്ചേരിക്ക് 610 കിലോമീറ്റർ തെക്ക് കിഴക്കായും ചെന്നൈക്ക് 700 കിലോമീറ്റർ അകലെയുമായാണ് ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള ശ്രീലങ്കൻ തീരത്തും എത്തും. തുടർന്ന് നവംബർ 30 പുലർച്ചെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങുകയും അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ടയിൽ നിന്ന് 150 കിലോമീറ്റർ കിഴക്കായും ബാറ്റിക്കലോവയിൽ നിന്ന് 170 കിലോമീറ്റർ തെക്ക് കിഴക്കായുമാണ് ഇതിന്റെ സ്ഥാനം. ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച ശേഷം അടുത്ത 48 മണിക്കൂറിൽ ഇത് വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും IMD അറിയിച്ചു.